ഹായ് വ്യൂവേഴ്സ്, മൈക്രോസോഫ്റ്റ് എക്സൽ ഇറ്റ്സ് സോ ഈസി ടു ലേൺ എന്ന ടൈറ്റിലുള്ള മലയാളം വീഡിയോ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ 6ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഭാഗങ്ങളിൽ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ എക്സൽ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ 1ാമത്തെ ഭാഗം മുതൽ കാണുന്നതായിരിക്കും ഉചിതം. അതിന് ഈ വീഡിയോസിൻ്റെ 1 മുതൽ ഇതുവരെയുള്ള ഭാഗങ്ങളെല്ലാം 1 by 1 ആയി കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1ാം ഭാഗം മുതൽ എല്ലാവർക്കും കണ്ടു നോക്കാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ഭാഗത്തും ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഈ ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ ചെയ്തു നോക്കിയാൽ മാത്രമേ, അതായത് എക്സാമ്പിൾ ഡേറ്റ ഉപയോഗിച്ച് ചെയ്തു നോക്കിയാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ സിനിമ കാണുന്നത് പോലെ വെറുതെ കണ്ടുപോകാം, അല്ലാതെ അത് മനസ്സിൽ നിൽക്കുകയില്ല. അപ്പോൾ അത് ചെയ്ത് നോക്കണമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് കുറച്ച് സാമ്പിൾസ് ചെയ്യണം. നമ്മൾ ആ ഡേറ്റ ഡമ്മി ഡേറ്റയെങ്കിലും കൊടുത്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കണം. വീഡിയോ കാണുമ്പോൾ അത് കണ്ടുപോകുന്നെങ്കിലും അതൊന്ന് ചെയ്ത് നോക്കാൻ മടിയാണ്. കാരണം ഡേറ്റ എൻട്രി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡേറ്റ എൻട്രി ചെയ്ത് ഇതിനകത്ത് ടൈപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കുറച്ച് എളുപ്പ വഴി ഞാൻ ഈ ഒരു പാർട്ടിൽ പറയാം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സലിൽ എന്തെങ്കിലും ഒരു സാമ്പിൾ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അതിൽ സാമ്പിൾ ഡേറ്റ എൻട്രി ചെയ്യാൻ കുറച്ച് എളുപ്പ വഴികൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായി കുറേ ഡമ്മി ഡേറ്റ പ്രിപ്പയർ ചെയ്ത് എക്സാമ്പിൾസ് എല്ലാം ചെയ്ത് നോക്കാവുന്നതാണ്. പ്രധാനമായും നമുക്ക് ഡേറ്റ ന്യൂമറിക് ഡേറ്റ എൻട്രി ചെയ്യേണ്ടി വരും. അതുപോലെ ടെക്സ്റ്റ് എൻട്രി ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നെയിം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ ടെക്സ്റ്റ് എൻട്രി ചെയ്യേണ്ടി വരും. റിയൽ ലൈഫിൽ വരുമ്പോൾ നമ്മളത് യഥാർത്ഥ ഡേറ്റ തന്നെ എൻട്രി ചെയ്യേണ്ടി വരും. അല്ലാത്ത സമയത്ത് ഡമ്മി ഡേറ്റ എൻട്രി ചെയ്യേണ്ടി വരും. ഞാൻ ഈ ഭാഗത്ത് എങ്ങനെയാണ് ഒരു ഡമ്മി ഡേറ്റ എൻട്രി ചെയ്യുന്നതെന്ന് കാണിക്കാം. അതായത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഡമ്മി ഡേറ്റ എൻട്രി ചെയ്യുന്നത്, അത് നമുക്ക് വളരെ ഉപയോഗപ്രദമാകും എന്ന് തോന്നുന്നു. ഞാനിവിടെ work.xls എന്ന പേരിൽ ഒരു വർക്ക് ബുക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എപ്പോഴും സാധാരണ ചെയ്യുന്ന ഒരു ഇനിഷ്യലായിട്ട് ചെയ്യുന്ന ഒരു കമാൻഡുണ്ട്. Ctrl+A കൊടുത്തു കഴിഞ്ഞാൽ എൻ്റയർ വർക്ക്ഷീറ്റ് സെലക്ട് ആവും. അതിനുശേഷം Alt+HAM കൊടുക്കുമ്പോൾ ഈ വർക്ക്ഷീറ്റിലെ എല്ലാ സെൽസും വെർട്ടിക്കൽ അലൈൻമെൻറ്റ് സെൻറ്ററാക്കി വെച്ചു. സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ വിസിബിലിറ്റി കിട്ടുന്നതിലേക്കായി Alt+HFS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് കുറച്ച് വലുതാക്കി വയ്ക്കാം. 14 കൊണ്ടുവച്ചു. എൻ്റർ പ്രസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. നമ്മൾ സാധാരണ എപ്പോഴും എക്സലിൽ ന്യൂമറിക് ഡേറ്റ എൻട്രി ചെയ്യേണ്ടി വരും. അതിന് ഏറ്റവും ഉപയോഗമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് റാൻഡം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്. അത് RAND എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്പർ വന്നു. ഈ ഒരു ഫംഗ്ഷൻ താഴേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 0.38, 0.477, 0.38. ഇത് റാൻഡ് ഫംഗ്ഷൻ എപ്പോഴും അതിൻ്റെ റിസൾട്ട് വരുന്നത് 1നും 0യ്ക്കുള്ള ഏതെങ്കിലും ഇഷ്ടമുള്ള നമ്പർ കമ്പ്യൂട്ടറിനോട് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അതാണ് റാൻഡം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ F2 പ്രസ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നമ്പരും വീണ്ടും മാറും. അതായത് ഇതെല്ലാം ഫോർമുലാസ് എല്ലാം ഒന്ന് അപ്ഡേറ്റ് ആവുന്നുണ്ട്. ആ റാൻഡം ഫംഗ്ഷൻ എല്ലാം അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഈ ഒരു ഫംഗ്ഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഇത് നമുക്ക് വലിയ ഉപയോഗമില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു, ഫോർ എക്സാമ്പിൾ ഒരു മാർക്ക് ലിസ്റ്റ് എൻ്റർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 0യ്ക്കും 100നുമാണ് മാർക്കിൻ്റെ റേഞ്ച്. അപ്പോൾ കുറേ സ്റ്റുഡൻസിൻ്റെ മാർക്ക് എൻ്റർ ചെയ്ത് നമ്മളൊരു വർക്ക്ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് ഡമ്മി ഡേറ്റ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റാൻഡ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനുണ്ട്. അത് കൊടുത്തതിന് ശേഷം 0,100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് 0യ്ക്കും 100നും ഇടയ്ക്കുള്ള ഇഷ്ടമുള്ള നമ്പർ കമ്പ്യൂട്ടർ ചൂസ് ചെയ്തെടുക്കും. ഞാൻ വീണ്ടും F2 പ്രസ് ചെയ്തപ്പോൾ വേറൊരു നമ്പറാണ് വരുന്നത്. കണ്ടോ, ഓരോ പ്രാവശ്യം ഇങ്ങനെ നമ്പർ മാറി വരും. അത് എപ്പോഴും അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 100 ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ റാൻഡ് ബിറ്റ്വീൻ 1000,2000 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 1005 വന്നു. വീണ്ടും F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഡമ്മി ഡേറ്റ എൻട്രി ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം, ഇവിടെ ഞാനിപ്പോൾ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ ടൈമും ഡേറ്റും കൂടെ കാണിക്കുന്നുണ്ട്. 10/14/2018 മന്ത് ഫസ്റ്റാണ്. MMDDYY 10:42. ഇപ്പോൾ ഞാനിവിടെ നിന്ന് വീണ്ടും F2 പ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ 43 ആയി. അതായത് ഇതിൻ്റെ ഫോർമുലാസ് എല്ലാം F2 പ്രസ് ചെയ്യുമ്പോൾ ഫോർമുലാസ് എല്ലാം എക്സലിൽ ഫോർമുലാസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു കീബോർഡ് ഷോർട്ട്കട്ട് കീ ആണ് F9. നിങ്ങളതൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. എനിക്കിതിവിടെ F9 പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം F9 ഈ സ്ക്രീൻ റെക്കോർഡിംഗ് പ്രോഗ്രാമിൻ്റെ ഒരു ഫംഗ്ഷൻ കീ ആയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നതിനാൽ ഞാൻ F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രീൻ റെക്കോർഡിംഗ് സ്റ്റോപ്പായി പോകും. അതുകൊണ്ട് നിങ്ങൾക്കത് ഒന്ന് ചെയ്ത് നോക്കാം. F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫോർമുലാസ് അപ്ഡേറ്റ് ആവും, എല്ലാ ഫോർമുലയും. അതായത് ഞാനിവിടെ നിന്ന് F9, ഞാനിപ്പോൾ F2 ആണ് പ്രസ് ചെയ്യുന്നത്, F9 ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ കണ്ടോ എല്ലാം അപ്ഡേറ്റ് ആവും. ഈ ഒരു ഫംഗ്ഷൻ ന്യൂമറിക് ഡേറ്റ എൻട്രി ചെയ്യുന്നതിന് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം. ഇപ്പോൾ ഇത്രയും ഭാഗം എനിക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒരു ഷോർട്ട് കട്ട് കമാൻഡ് പറയാം. ഞാൻ ഇത്രയും ഭാഗം എടുത്തിട്ട് Alt+EAA എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ എല്ലാം ക്ലിയർ ചെയ്യും. അതായത് Alt+EAA മറ്റൊരു ഷോർട്ട് കട്ട് കീ ആണ്. Alt+EAA, Alt പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, EAA എന്ന് കൊടുത്താൽ മതി.
ആൾട്ട് ഈ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള എന്ത് ഫോമാറ്റിങ്ങോ എന്ത് കണ്ടന്റ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് ഇതുപോലെ നോർമലാക്കി തരും. അപ്പോൾ ആ ഒരു കീബോർഡ് കമാൻഡ് കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഫോമാറ്റിങ്ങിനെ കുറിച്ചൊന്നും പറയുന്നില്ല, വെറുതെ ഡേറ്റ എൻ്റർ ചെയ്യുന്നത് മാത്രമേ പറയുന്നുള്ളൂ. ഫോമാറ്റിംഗ് പിന്നീട് നമുക്ക് നോക്കാം. നമുക്കിവിടെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലുമുള്ള കുറേ എംപ്ലോയീസിൻ്റെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള അവരുടെ സെയിൽസിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ, ഒരു പ്രൊഡക്ഷൻ വാല്യൂ എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ അതിന് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ട സാധാരണ സീരിയൽ നമ്പർ ഒന്ന് വേണ്ടി വരും. അതിനുശേഷം നെയിം ഓഫ് ഈ എംപ്ലോയി. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അല്ല കൊണ്ട് എൻ്റർ ചെയ്യാം, നെക്സ്റ്റ് തൊട്ടടുത്ത കോളത്തിൽ എൻ്റർ ചെയ്യാം. വേണമെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണം കൊടുക്കാം, ഡിസ്ട്രിക്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജാനുവരി കൊടുത്തു. ജാനുവരി മുതൽ നമുക്ക് ഇവിടെ നിന്ന് ഡിസംബർ വരെ വേണം. അപ്പോൾ അതിന് ജനുവരി കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ജനുവരി, ഓഗസ്റ്റ്, ഡിസംബർ വരെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ടോട്ടൽ വാല്യൂ ഇങ്ങനെ കുറേ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ കുറേ ഡേറ്റ എൻ്റർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ഡമ്മി ഡേറ്റ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് വേണമെങ്കിൽ ഫോമാറ്റിംഗ് ഞാൻ പിന്നീട് പറയാമെങ്കിലും തൽക്കാലം ഇവിടെ ഇപ്പോൾ ഇത് മിഡിൽ സെൻട്രലാക്കണമെന്നുണ്ടെങ്കിൽ Alt HAC കൊടുത്തു കഴിഞ്ഞാൽ അത് ആ സെല്ല് സെൻട്രൽ അലൈൻമെൻറ്റായി. ലാസ്റ്റ് കമാൻഡ് അതായതുകൊണ്ട് ഇവിടെ മുതൽ ഇതുവരെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കമാൻഡ് റിപ്പീറ്റ് ആവും. അവിടെയും സെൻട്രൽ അലൈൻഡായി. ഇവിടെ നമുക്ക് നെയിം ഓഫ് എംപ്ലോയി വേണമെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് നീക്കാം. ഇവിടെയും വേണമെങ്കിൽ സെൻട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Alt HAC കൊടുത്താൽ മതി, അതും സെൻട്രലൈസ് ചെയ്തു. ഇങ്ങനെ നമുക്ക് കുറേ ഡേറ്റ എൻ്റർ ചെയ്യണം. ആദ്യം നമുക്ക് ഡമ്മി ഡേറ്റ സീരിയൽ നമ്പർ എൻ്റർ ചെയ്യണം. സീരിയൽ നമ്പർ എൻ്റർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. 1, 2, 3, 4 ഇതിനും സമയമെടുക്കും. അപ്പോൾ അതിനും എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ ഇവിടെ നെയിം ഓഫ് എംപ്ലോയി എൻ്റർ ചെയ്യണം, ഡിസ്ട്രിക്റ്റ് എൻ്റർ ചെയ്യണം. ഡിസ്ട്രിക്റ്റ് ഇപ്പോൾ ട്രിവാൻഡ്രം, കൊയിലോൺ, ആലപ്പി അങ്ങനെ എൻ്റർ ചെയ്ത് പോകണം. ഇവിടെ വാല്യൂസ് വരണം. ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ഓരോന്നായിട്ട് പറയാം. ആദ്യം നെയിം ഓഫ് എംപ്ലോയി എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു ഡമ്മി ഡേറ്റ, ഇപ്പോൾ സുമേഷ്, ഇങ്ങനെ കുറേ ഡേറ്റ നമ്മൾ നെയിം എൻ്റർ ചെയ്തെന്ന് വിചാരിക്കാം. ഇനി അടുത്ത ഡിസ്ട്രിക്റ്റ് എൻ്റർ ചെയ്യുന്നത് വിചാരിക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രം എന്ന് എൻ്റർ ചെയ്തു. ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ ഇങ്ങനെ എൻ്റർ ചെയ്തു. അടുത്ത് വീണ്ടും ട്രിവാൻഡ്രം വരികയാണെങ്കിൽ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ടെക്സ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ Alt ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുകളിലുള്ള എല്ലാ യുണീക്ക് വാല്യൂസും അവിടെ കാണിക്കും. നമുക്ക് ട്രിവാൻഡ്രമാണ് വീണ്ടും ടൈപ്പ് ചെയ്യണമെങ്കിൽ ഡൗൺ ആരോ കൊണ്ടുപോയത് എൻ്റർ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ വീണ്ടും എനിക്ക് കൊല്ലം വരികയാണെങ്കിൽ ഇങ്ങനെ എൻ്റർ ചെയ്യാം. Altഉം ഡൗൺ ആരോയും പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു പോപ്പപ്പ് താഴോട്ട് വരും. അതിനകത്ത് മുകളിലുള്ള എൻട്രീസിൻ്റെ യുണീക്ക് വാല്യൂസ്, അതായത് ഓരോ എൻട്രി മാത്രമേ അതിനകത്ത് കാണുകയുള്ളൂ. അതിനകത്തുനിന്ന് നമുക്ക് എൻ്റർ ചെയ്ത് പോകാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് ഒന്നും മിസ്റ്റേക്ക് ഇല്ലാതെ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ വേറെ എൻട്രി പ്രസ് ചെയ്യാം, എറണാകുളം. പിന്നെ അതുപോലെ വീണ്ടും എറണാകുളം തൊട്ടടുത്ത ലൈനിലും അതേ മുകളിലത്തെ എൻട്രിയാണ് വേണ്ടതെങ്കിൽ Ctrl D കൊടുത്താൽ മതി. ഇപ്പോൾ ഈ അടുത്ത 4, ഇനി താഴോട്ട് 4 എറണാകുളം ആണെങ്കിൽ Ctrl D കൊടുത്താൽ മാത്രം മതി. അത് അപ്പോൾ Ctrl D എന്ന് പറയുന്ന ഒരു കമാൻഡ് തൊട്ട് മുകളിലുള്ള എന്ത് എൻട്രി ഉണ്ടോ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് Ctrl D കൊടുത്താൽ മതി. ഇനി ഇവിടെ ഞാൻ വേറെ ഒന്ന് കൊടുക്കാം. ഇപ്പം തൃശ്ശൂർ, പാലക്കാട്, വീണ്ടും എനിക്ക് കൊല്ലം വന്നെന്ന് വിചാരിക്കുക. ഇങ്ങനെ എൻ്റർ ചെയ്യാം. ഇങ്ങനെ കുറച്ച് സ്പീഡിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ എൻ്റർ ചെയ്യാം. അപ്പം ടെക്സ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, തൊട്ട് താഴോട്ടുള്ള അതേ വാല്യൂ തന്നെ കോപ്പി ചെയ്യണമെങ്കിൽ Ctrl D കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഞാൻ Ctrl D കൊടുത്തു കഴിഞ്ഞാൽ ഹേമ എന്നുള്ളത് വീണ്ടും കോപ്പി ആവും. ഡിലീറ്റ് പ്രസ് ചെയ്യും. ഇനി ഇവിടെയാണ് നമുക്കൊരു സാമ്പിൾ ഡേറ്റ എടുക്കാം. 1000 മുതൽ ഒരു 10,000 വരെയുള്ള ഒരു വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിവിടെ സാധാരണ ഡേറ്റ എൻ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? 1000 എന്ന് കൊടുക്കും, 2000 ഇങ്ങനെ 1 by 1 ആയിട്ട് എൻ്റർ ചെയ്യണം. ഇത് ഒരുപാട് സമയമെടുക്കും ഇങ്ങനെ ഈ രീതിയിൽ എൻ്റർ ചെയ്യുന്നതിന്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റാൻഡ് ബിറ്റ്വീൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് RAND ബിറ്റ്വീൻ, ഞാനിവിടെ ഒരു 1000 വാല്യൂ കൊടുത്ത് 4 ഡിജിറ്റ് ആക്കാം, 9999. ഇങ്ങനെ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഇഷ്ടമുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത സെല്ലിലും ഇതുപോലെ ചെയ്യേണ്ടി വരും. ഇവിടെ നിന്നിട്ട് വീണ്ടും ഒന്നുകിൽ ഇതിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി, ഇങ്ങനെ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ഇതിനെ താഴോട്ട് കോപ്പി ചെയ്യാം. ഈ രീതിയിൽ ഇങ്ങനെ ഡമ്മി ഡേറ്റ എടുക്കാം. പക്ഷേ ഇതും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇത്രയും ഡേറ്റ എൻ്റർ ചെയ്തെടുക്കുന്നതിന് ഓരോ പ്രാവശ്യം ഇങ്ങനെ ഡ്രാഗ് ചെയ്യണം അല്ലെങ്കിൽ കോപ്പി ചെയ്യണം. അപ്പോൾ അതിന് നമുക്കൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. അതിനൊരു ഓട്ടോ ഫിൽ എന്ന് പറയും. എക്സലിൽ ഇത്രയും ഭാഗം ഒരുമിച്ച് ഡമ്മി ഡേറ്റ എൻ്റർ ചെയ്യണം. ഇത്രയും ഭാഗത്ത് എനിക്ക് ഒരു കമാൻഡിൽ ഡമ്മി ഡേറ്റ എൻ്റർ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് ഡേറ്റ ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈക്വൽ ടു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യത്തെ ഫസ്റ്റ് സെല്ലിൽ വരും. സെലക്ഷൻ ഉണ്ടായിരിക്കുന്ന അവിടുത്തെ ഫസ്റ്റ് സെല്ലിൽ വന്നതിന് ശേഷം നമ്മൾ പഠിച്ച റാൻഡ് ബിറ്റ്വീൻ കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു 1000 മുതൽ 1999 ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം കൺട്രോളും എൻ്ററും കൂടെ പ്രസ് ചെയ്യുക.
ഇതാണ് ആ ഒരു കമാൻഡ്. അപ്പോൾ ഒറ്റ ഒരു സ്ട്രെച്ചിൽ ഇതിൻ്റെ കംപ്ലീറ്റ് വാല്യൂസ് കിട്ടി. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇവിടെ ഷിഫ്റ്റ് സെലക്ട് ചെയ്തു, ഇത്രയും ഭാഗം ഞാൻ ഏരിയ ഡിലീറ്റ് ക്ലിയർ ചെയ്യുകയാണ്. അതിന് Alt E A കൊടുത്തപ്പോൾ എല്ലാം ക്ലിയറായി. നമ്മൾ ചെയ്യേണ്ടത് ആ ഏരിയ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആദ്യത്തെ ഈക്വൽ പ്രസ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് സെല്ലിൽ തന്നെ വരും. ഈക്വൽ റാൻഡ് ബിറ്റ്വീൻ, എനിക്ക് വേണ്ടത് 500 മുതൽ 7000 വരെയാണെന്ന് വിചാരിക്കുക. 7000 ഈ റേഞ്ചിലായിരിക്കും ഇതിൻ്റെ സെയിൽസ്. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തെല്ലാം ഡാറ്റ എൻ്റർ ആവും. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു നേരത്തെ Alt E A കൊടുത്തപ്പോൾ എല്ലാം ക്ലിയർ ആവും എന്ന് പറയും, എല്ലാം നോർമലാവും. ഞാൻ Alt E A കൊടുത്തപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ഫോണ്ടിൻ്റെ സൈസ് 11 ആയിപ്പോയി. ഇവിടെ എല്ലാം നമ്മൾ നേരത്തെ ഫുൾ ഫോണ്ട് സൈസ് 14 ആയിരുന്നു. Alt E A കൊടുക്കുമ്പോൾ അത് ഫോമാറ്റിങ്ങും ഉൾപ്പെടെ എല്ലാം ക്ലിയർ ചെയ്ത് പഴയ ഡിഫോൾട്ട് വാല്യൂയിൽ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ചെറുതായിട്ട് കാണിക്കുന്നത്. ഞാനിവിടെ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഫോണ്ട് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എന്താണ് Alt HFS കൊടുത്തിട്ട് 14 കൊണ്ടുവയ്ക്കാം. ഇപ്പോൾ ഇത് വന്നു. അപ്പോൾ Alt E A എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും റിമൂവ് ആയും. അല്ലാതെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോണ്ടിനെ ബാധിക്കുകയില്ല. ഒരിക്കൽ കൂടെ കാണിക്കാം. റാൻഡ് 500,7000 ഇങ്ങനെ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ എല്ലാം ഫില്ലായി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ F9 പ്രസ് ചെയ്യുകയാണെങ്കിൽ F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ F9 പ്രസ് ചെയ്യുന്നില്ല, F2 പ്രസ് ചെയ്തു. F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാല്യൂസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കണ്ടോ? അപ്പം നമുക്ക് ഈ ഒരു ഡാറ്റ ഫോമുല കിടക്കുന്നത് കൊണ്ട് ഇതൊരു ഡമ്മി ഡാറ്റ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഫോമുല ഇവിടെ നിന്ന് മാറ്റി ഇതിനെല്ലാം വാല്യൂസ് ആക്കി മാറ്റണം. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യേണ്ടത് ഈ ഫോമുലയെല്ലാം മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഇത്രയും ഭാഗം ഇവിടെ ഫോമുല കിടക്കുകയാണ്. ഇത്രയും ഭാഗത്ത് നമുക്ക് ഫോമുല കാണണമെങ്കിൽ കൺട്രോൾ ടിൽഡേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടിൽഡേ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. ഇവിടെ എല്ലാ ഓരോ സെല്ലിലും ഫോമുല ഉണ്ട്. കൺട്രോൾ ടിൽഡേ, അത് വീണ്ടും കൺട്രോൾ ടിൽഡേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫോമുല എല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ C പ്രസ് ചെയ്യുക. അതിനുശേഷം Alt ES V, അതായത് ഫോമുലയെ കൺവേർട്ട് ചെയ്ത് വാല്യൂ ആക്കുക, എൻ്റർ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി എസ്കേപ്പ് പ്രസ് ചെയ്താൽ മതി. ഇവിടെ എല്ലാം അത് വാല്യൂ ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഡമ്മി ഡാറ്റ ഒരു സെക്കൻഡിനുള്ളിൽ ഇത്രയും ഭാഗം ഡമ്മി ഡാറ്റ കിട്ടി. എന്താ ഫോമുല മാറി. അപ്പോൾ ഇനി F9 പ്രസ് ചെയ്താലോ F2 പ്രസ് ചെയ്താലോ ഇതൊന്നും മാറില്ല, കാരണം ഇതെല്ലാം വാല്യൂ ആയി കഴിഞ്ഞു. ഇവിടുന്ന് ഫോമുല മാറിക്കഴിഞ്ഞു. കൺട്രോൾ ടിൽഡേ കൊടുത്താൽ അവിടെ എല്ലാം വാല്യൂ ആയി. കണ്ടോ? വീണ്ടും കൺട്രോൾ ടിൽഡേ കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് ഡാറ്റ ഫില്ല് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഈ രീതിയിൽ. ഇനി നമുക്കിപ്പുറത്ത് ഡാറ്റ ടോട്ടലോ എന്ത് വേണോ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിനെ ഓട്ടോ ഫിൽ എന്നാണ് പറയുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു കൺട്രോളും എൻ്ററും കൂടെ ഫസ്റ്റ് സെല്ലിൽ ഫോമുല കൊടുത്ത് കൺട്രോൾ എൻ്ററും കൂടെ പ്രസ് ചെയ്താൽ മതി. ഇനി ഈ നമ്പരെല്ലാം നമുക്ക് പോയിന്റ് 00 ഫോമാറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. കൺട്രോളും ഷിഫ്റ്റും 1 എന്ന് പറയുന്ന കീയും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യണം. കൺട്രോൾ ഷിഫ്റ്റ് 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാം കോമ ഫോമാറ്റിലേക്ക് മാറും. കണ്ടോ? ഞാനിപ്പോൾ കൺട്രോൾ Z കൊടുക്കുകയാണെങ്കിൽ അതിൽ പഴയതുപോലെ വന്നു. ഒരിക്കൽ കൂടെ പറയാം, കൺട്രോളും ഷിഫ്റ്റും ഏറ്റവും ടോപ്പിലിരിക്കുന്ന എക്സ്ക്ലമേഷൻ കീ അതുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോമ ഫോമാറ്റിലേക്ക് മാറും. അപ്പോൾ എല്ലാം കോമ ഫോമാറ്റ് 322 ആ രീതിയിൽ പോകും. നമ്പർ ഫോമാറ്റ് മാറി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഇതിനകത്ത് ഈ സീരിയൽ നമ്പർ എൻ്റർ ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ എനിക്കിപ്പോൾ ഇത് സ്ക്രീൻ കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോവുകയാണ്. ഇതെല്ലാം ഒരു സ്ക്രീനിൽ എങ്ങനെയെന്നാണ് കാണിക്കുന്നതിനെല്ലാം പ്രത്യേകിച്ച് കമാൻഡ് ഉണ്ട്. അതെല്ലാം ഞാൻ പിന്നീട് പറയാം. ഇവിടെ എനിക്കൊരു കോളം വേണമെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യാം. Alt EDC കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളം ഡിലീറ്റ് ചെയ്തു. ഇപ്പുറത്ത് പ്രസ് ചെയ്തിട്ട് വീണ്ടും F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കീ റിപ്പീറ്റായി. അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇനി ഇവിടെ സീരിയൽ നമ്പർ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സീരിയൽ നമ്പർ എൻ്റർ ചെയ്യാൻ സാധാരണ നമ്മൾ ചെയ്യുന്നത് 1 2 3 4 ഈ രീതിയിൽ അങ്ങനെ എൻ്റർ ചെയ്യും. ഇത് ഒരു 10-500 നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് സമയം പോകും. അതിന് പകരം 1 2 എന്ന് കൊടുത്തിട്ട് ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നും ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്താൽ മതി. താഴോട്ട് നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതൊരു മെത്തേഡ്. പക്ഷേ ഇതിനെല്ലാം ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ 1 2 3 എന്ന് ഇങ്ങനെ എൻ്റർ ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ ഒരിക്കൽ കൂടെ കാണിക്കാം. 1 എൻ്റർ ചെയ്തു, 2 എൻ്റർ ചെയ്തു. ഇത് രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഈ സെല്ലിൻ്റെ അറ്റത്ത് കാണുന്ന ഇവിടെ ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ മതി. എന്തായാലും രണ്ട് കേസിലും ഇത് ഫോമാറ്റിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോമാറ്റിംഗ് കൂടെ കോപ്പി ആവും. അത് ഞാൻ പിന്നെ ഫോമാറ്റിംഗ് വരുമ്പോൾ പറയാം. അതാണ് ഇതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ നിന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞാനൊരു പുതിയതായിട്ടൊരു എൻട്രി ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. Alt I R ഒരു പുതിയ ഒരു കോളം ഇൻസേർട്ട് ചെയ്തു.
അപ്പോൾ ഇവിടെ ഞാൻ 8 മാറ്റേണ്ടി വരും, ഇവിടെ 9 ആവും, 10 ആവും. ഇതെല്ലാം വീണ്ടും ഒന്നേന്ന് ഇവിടെ നിന്ന് വീണ്ടും ചെയ്യേണ്ടി വരും, വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യേണ്ടി വരും. കണ്ടോ? അപ്പോൾ അതല്ല, ഇനി ഇവിടെ ഞാനൊരു കോളം ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും സീരിയൽ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ വീണ്ടും ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പി ചെയ്യേണ്ടി വരും. പക്ഷേ അതിന് പകരം മറ്റൊരു കമാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് വളരെ യൂസ്ഫുള്ളാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് റോ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. റോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാണിക്കുന്നത് ഇത് എത്രാമത്തെ റോയാണ്, അത് 24 എന്നുള്ള ഇതാണ്, ആ റോ നമ്പറാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട് കോളം. ഇത് എത്രാമത്തെ കോളം അതാണ് ഉപയോഗിക്കുക. ഇതൊക്കെ ഇപ്പോൾ തോന്നും എന്തിനാണ് ഇതിൻ്റെ ആവശ്യം. ഇതെല്ലാം നമുക്ക് വിഷ്വൽ ബേസിക്കിലൊക്കെ ചില പ്രോഗ്രാംസ് ഒക്കെ എഴുതുമ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. വളരെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോ നമ്പർ കിട്ടുക എത്രാമത്തെ നമ്പറിലാണ്. നമുക്ക് ഇത് ഉപയോഗിച്ച് വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ ചേഞ്ച് വരുത്താം. അതായത് ഇവിടെ സീരിയൽ നമ്പർ ഇടാനായിട്ട് ഞാനിത് മാറ്റിയിട്ട് ഇവിടെ റോ എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. റോ എന്ന് കൊടുത്താൽ 4 എന്ന് വരും. പക്ഷേ ഇവിടെ 4 അല്ല, നമ്മൾ തുടങ്ങുന്നത് ഇവിടെ നിന്ന് 1 ആണ്. ഇത് അതിൻ്റെ റോ നമ്പർ എടുത്തിട്ടു ഇത് താഴോട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ 4, 5, 6, 8 ഇങ്ങനെ വരും. പക്ഷെ നമുക്ക് വേണ്ടത് ഇതല്ല, നമുക്ക് 1 എന്നാക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിന്നിട്ട് ഈക്വൽ ടു റോ എന്ന് കൊടുത്തതിന് ശേഷം റോ വരുമ്പോൾ നമുക്കറിയാം റോ എന്ന് പറയുന്ന 4ാമത്തെ റോ ആണ്. ഇതിനെ 1 ആക്കണമെങ്കിൽ F2 പ്രസ് ചെയ്ത് -3 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 1 ആയി. ഇനി ആ ഫോമുല താഴോട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു എൻട്രി ഡിലീറ്റ് ചെയ്തു, Alt EDR കൊടുത്തിട്ട് ഒരു റോ ഡിലീറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സീരിയൽ നമ്പറും അപ്ഡേറ്റ് ആവും, കാരണം അവിടെ ഫോമുലയാണ്. പക്ഷേ ഇവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ Alt IR കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും എനിക്ക് ഈ ഫോമുല താഴോട്ട് കോപ്പി ചെയ്താൽ മാത്രം മതി, അത് 8 ആയി മാറും. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ സീരിയൽ നമ്പർ കൊടുക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വലിയ ഷീറ്റൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ ഈ രീതിയിൽ എൻ്റർ ചെയ്താൽ വളരെ ഈസി ആയിരിക്കും. റോ നമ്പർ ഇവിടെ മനസ്സിലായല്ലോ, റോ എന്ന് പറയുന്ന 4ാമത്തെ റോ, അതിൽ നിന്ന് 3 കുറച്ചു. ഇപ്പോൾ ഇവിടെ നിന്നാണ് എനിക്കൊരു 1 എന്ന് തുടങ്ങേണ്ടതായിരുന്നെങ്കിൽ റോ എന്ന് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ നിൽക്കുന്ന എത്രയാണ് 20, 20 നിന്ന് 19 കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ 1 എന്ന് തുടങ്ങും. ഇനി ഇവിടെ നിന്ന് Ctrl+C കൊടുത്ത് താഴോട്ട് Alt ESF കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ 1, 2, 3 എന്ന് പോകും. ഇവിടെ ഞാനിപ്പോൾ ഒരു റോ ഡിലീറ്റ് ചെയ്തപ്പോൾ അവിടെ സീരിയൽ നമ്പർ മാറുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓരോ റോ ആയി ഡിലീറ്റ് ചെയ്ത് വരികയാണ്. എത്ര ഡിലീറ്റ് ചെയ്താലും സീരിയൽ നമ്പറിന് ഒരു വ്യത്യാസം വരില്ല. അത് വളരെ യൂസ്ഫുൾ ആണ്. ഈ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ സീരിയൽ നമ്പർ ഇടാൻ ഈ ഒരു മെത്തേഡ് വളരെ ഈസിയാണ്. സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ 10, 12 ഡേറ്റയൊക്കെ ആണെങ്കിൽ വെറുതെ 1, 2, 3 എന്ന് ടൈപ്പ് ചെയ്ത് പോയാൽ മതി. പക്ഷേ ഇത് വളരെ ഉപയോഗമായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാം. റോമൻ നമ്പറിൽ എഴുതണമെന്ന് വിചാരിക്കുക. റോമൻ നമ്പറിന് എഴുതാനായിട്ട് റോമൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ROMAN റോമൻ എന്ന് കൊടുത്തിട്ട് ഇവിടെ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റോമൻ നമ്പറിൽ കാണിക്കും. എനിക്ക് ഇത്രയും 15 റോമൻ നമ്പറിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്യേണ്ടത്, എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇവിടെ റോമൻ എന്ന് കൊടുത്തിട്ട് റോമൻ ആക്കേണ്ടത് ഏത് നമ്പറാണ്? ഈ 1നെയാണ് റോമൻ ആക്കേണ്ടത്. ഇവിടെ A4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റോമൻ നമ്പറിൽ കാണിച്ചു. അത് തന്നെ താഴോട്ട് കോപ്പി ചെയ്യാം. Alt ESF ഫോമുല കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ റോമൻ നമ്പേഴ്സ് എല്ലാം വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇവിടെ റോമൻ എന്ന് പറയുന്നത് ഞാൻ F2 പ്രസ് ചെയ്യുകയാണെങ്കിൽ റോമൻ ഓഫ്, ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റോമൻ ഓഫ് A4 എന്നുള്ള സെല്ലിരിക്കുന്ന കണ്ടന്റിനെ റോമൻ ആക്കുക. ഇവിടെ F2 റോമൻ ഓഫ് A5 ഇരിക്കുന്ന എന്ത് വാല്യൂ ആണോ അതിനെ റോമൻ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇനി അടുത്തത് കൊടുത്തിട്ട് വീണ്ടും F2 പ്രസ് ചെയ്യുമ്പോൾ റോമൻ ഓഫ് A6 എന്ന സെല്ലിൽ എന്ത് കണ്ടന്റ് ആണോ അതിനെ റോമൻ ആക്കി മാറ്റുക. അങ്ങനെയാണ് റോമൻ ആക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റോമൻ ആക്കണമെങ്കിൽ എളുപ്പ വഴി അത് കുറച്ചൊന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്, ഒന്ന് ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കണം. റോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ യഥാർത്ഥത്തിൽ റോ -3 എന്നുള്ളതാണ് ആ A4 കണ്ടന്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് റോമൻ എന്ന് കൊടുത്തതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്താണ് ഈ കണ്ടന്റ് വരേണ്ടത്. അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ റോമൻ ഓഫ് റോ -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടന്റിനെ റോമൻ ആക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ വേണമെങ്കിൽ F2 കൊടുത്തതിന് ശേഷം റോമൻ എന്ന് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത്രയും ക്ലോസ് ചെയ്തപ്പോൾ റോമൻ 2 എന്ന് വന്നു. ഈ രീതിയിൽ മാറ്റാം. അങ്ങനെയാണെങ്കിൽ ഈ ഫോമുല താഴോട്ട് കോപ്പി ചെയ്താൽ മാത്രം മതി.
ഉണ്ടോ 1 2 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ റോമൻ നമ്പറിൽ എഴുതാൻ പറ്റും. സാധാരണ ഉപയോഗിക്കുന്നതല്ല, പക്ഷേ ചില അവസരങ്ങളിലൊക്കെ ഇങ്ങനെ റോമൻ നമ്പേഴ്സ് വരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇത്രയും അഡ്വാൻസ് ആയിട്ട് വളരെ റെയറായിട്ട് വരുന്നതാണ് റോമൻ നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്നത്. ഒന്ന് എക്സൽ എത്ര പവർഫുൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ സീരിയൽ നമ്പർ ഇടുന്നത് ഈ രീതിയിലാണെങ്കിൽ പോലും നമ്മൾ ഇനി കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു കൺസെപ്റ്റേ മാറും. എന്ത് ഡേറ്റ എടുത്താലും അതിനെ ടേബിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ടേബിളാക്കി മാറ്റി കഴിഞ്ഞാൽ ഈ സീരിയൽ നമ്പർ ഒന്നും ഇടണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പർ നമുക്ക് വേണ്ടി ഇട്ട് തരും. അത് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴേ ആ രീതി ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത് മനസ്സിലാക്കിയിരിക്കും. നിങ്ങൾക്ക് ഡമ്മി ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ടേബിൾ ഫോമാറ്റിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ എല്ലാം വരും. അത് എക്സലിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലേക്കുള്ള പോർഷൻസ് ആണ്, അത് പിന്നീട് പറയാം. ഇത് ഇത്രയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡമ്മി ഡേറ്റ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കും, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ അപ്ലോഡ് ആകുന്നതുവരെ കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി.